Hello friends, welcome to the channel. 𝙑𝙤𝙙𝙬 channel स्वागतം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാനോ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്ന ഒരു UPS ആണ്. ആർട്ടിസിന്റെ ഒരു നമ്മുടെ PC UPS ഉണ്ടല്ലോ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ബോക്സ് വരുന്നത്. കറക്റ്റ് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ മൈക്രോ ലോഡ് ഡിറ്റക്ഷനും ഉണ്ട്. എന്ന് വെച്ചാൽ നോർമലി നമ്മുടെ APC മൈക്രോടെക് സംഭവത്തിലൊന്നും ആ സംഭവം ഇല്ല. മൈക്രോടെക് ലോഡ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ചെറിയ പവർ എടുക്കുന്ന സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റൂട്ടർ നമ്മുടെ ശരിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടോ അറിയില്ല, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ UPS അല്ലെങ്കിൽ PC യുടെ UPS നമ്മൾ റൂട്ടർ മാത്രം കുത്തിക്കഴിഞ്ഞാൽ സംഭവം വർക്ക് ചെയ്യില്ല. എന്ന് വെച്ചാൽ ലോഡ് ഒരു മിനിമം ലിമിറ്റഡ് ലോഡ് ഉണ്ടായിരിക്കും, അത് വന്നാൽ മാത്രമേ സംഭവം ഓൺ ആവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സംഭവം ഉണ്ട് ഇതിൽ. ആ മൈക്രോ ലോഡ് ഡിറ്റക്ഷൻ നമുക്ക് ഇതിൽ വേണമെങ്കിൽ റൂട്ടർ തന്നെ നമുക്ക് കുത്തി ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് PCയും കുത്തണം റൂട്ടറും കുത്തണം എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇപ്പോൾ അതിന് തന്നെ നമുക്കിപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ PC UPSും അല്ലെങ്കിൽ നമ്മളിപ്പോൾ റൂട്ടർ UPSും വേറെ വാങ്ങിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു നല്ലൊരു ഓപ്ഷനാണ് ഇത് എന്ന് വെച്ചാൽ. പക്ഷേ നിങ്ങൾ ബാക്കപ്പ് നമ്മുടെ റൂട്ടർ UPSന് വല്ലതും പ്രതീക്ഷിക്കരുത്. ഒരു മാക്സിമം 1.5 hour റൂട്ടർ കിട്ടുള്ളൂ. PC ആണെങ്കിൽ നമ്മളൊരു 35 minute ഒക്കെ നമുക്ക് ലാപ്ടോപ്പും PC ഒക്കെ കിട്ടുള്ളൂ. ഇതിൽ 600 VA വോൾട്ടാമ്പിയറിൻ്റെ സംഭവമാണ് ഇത് വരുന്നത്. ബേസിക്കാണ് ഇത് ശരിക്കും. ഒരു 2200 ആ റേഞ്ചിൽ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. പ്രൈം ഡേറ്റ്സ് ആയതുകൊണ്ട് ഇപ്പോൾ 2000 ആ റേഞ്ചിലായിരുന്നു. നോർമൽ പ്രൈസ് 2300 2400 ആ റേഞ്ചിലാണ് വരുന്നത് ശരിപ്പോൾ. അപ്പോൾ ആർട്ടിസ്റ്റിന് കയറിയിരിക്കും. നമ്മളിതിന് മുമ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു മിനി UPS അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു റൂട്ടറിൻ്റെ. അത് നല്ലൊരു ക്വാളിറ്റി സംഭവം തന്നെയായിരുന്നു. അതിൽ 2500 ശരിക്കും അതിന് വില വരുന്നുണ്ട്. പക്ഷേ നല്ലൊരു ക്വാളിറ്റി സംഭവം തന്നെയാണ്. ഒരു 10 മണിക്കൂറിന് മുകളിൽ കിട്ടുന്നുണ്ട്. അതിൽ ഓൾമോസ്റ്റ് 9000 mAh ബാറ്ററിയാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മൊബൈലിൽ ചാർജ് ചെയ്യാനൊരു മോഡലായിരുന്നു. അത് അത്യാവശ്യം കുറേ പേര് ചോദിച്ചതും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാൻഡ് തന്നെയാണ് ആർട്ടിസ്. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. ഇതിന് പ്രൈസ് നമുക്ക് കോട്ട് ചെയ്തേക്കുന്നത് MRP 3499 ആണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിനൊരു 2200-2300 റേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കിട്ടാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഡയറക്റ്റ് അവിടെ തന്നെ വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെർച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ലിങ്കിൽ കൂടെ വാങ്ങിച്ചാൽ നമ്മുടെ ചാനലിന് ഒരു സപ്പോർട്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങളതിന് വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങും നമുക്ക് ഇതിൽ കാര്യങ്ങളും ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗിലേക്ക് അതിന് മുമ്പ് ചാനൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ 2 ഗീവ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കാണാത്തവർ പോയി കാണുക. നമ്മളൊരു 10 റൂട്ടറും അതുപോലെ ഒരു പ്രോട്ടോണിക്സിൻ്റെ ഒരു വയർലെസ് ഹെഡ്സെറ്റ് ഹെഡ്ഫോണാണ് കൊടുക്കുന്നത്. 3900 വില വരുന്ന സംഭവമാണത്. അപ്പോൾ എല്ലാവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആർട്ടിസിൻ്റെ UPSൻ്റെ ബോക്സാണ് കാണുന്നത്. ഇത് 600VA UPS ആണ് കേട്ടോ. പിന്നെ ഇതിൽ ഇൻപുട്ട് AVR ഉണ്ട്, അതുപോലെ മൈക്രോ ലോഡ് ഡിറ്റക്ഷൻ ഉണ്ട്, ലൈറ്റ് വെയ്റ്റും ആണ്. അതുപോലെ അതിൻ്റെ മോഡൽ നെയിമായിട്ടുള്ള പവർ സേവ് 600VA എഴുതിയിട്ടുണ്ട്. അതുപോലെ സേഫ് UPS ആണ്, BIS സർട്ടിഫൈഡ് ആണ്. നമ്മൾ ആർട്ടിസിൻ്റെ കുറച്ച് ദിവസം മുമ്പ് തന്നെ നമ്മളൊരു മിനി UPS നമ്മുടെ റൂട്ടറിന് വേണ്ടിയിട്ടുള്ളത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ബ്രാൻഡ് തന്നെയാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്പെസിഫിക്കേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇൻ്റർഫേസ് ഡിസൈൻ കോമ്പാക്റ്റ് ആണ്, സുപ്പീരിയർ മൈക്രോ പ്രൊസസർ കൺട്രോളാണ്, ഗ്യാരണ്ടീഡ് ഹൈ റിലയബിലിറ്റി, മൈക്രോ ലോഡ് ഡിറ്റക്ഷൻ, ഐഡിയൽ ഫോർ റൂട്ടേഴ്സ്. നമുക്ക് റൂട്ടേഴ്സിനും യൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ മൈക്രോ ലോഡ് ഡിറ്റക്ഷൻ ഉണ്ട് ഇതിൽ. നോർമലി എല്ലാത്തിലും അത് ഉണ്ടാവില്ല മൈക്രോ ലോഡ് ഡിറ്റക്ഷൻ. നെറ്റ്വർക്ക് സ്വിച്ചസ്, ലോ പവർ ഡിവൈസസും നമുക്ക് പറ്റും. അതാണ് വ്യത്യാസം വരുന്നത്. ഇതിന് 2200-2300 റേഞ്ചുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയിലൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണിത്. പിന്നെ ഓട്ടോ വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്, AVR ഫോർ ബൂസ്റ്റ് ആൻഡ് ബക്സ്, ഗ്യാരണ്ടീസ് വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ, കോൾഡ് സ്റ്റാർട്ട് ഫംഗ്ഷൻ, അതുപോലെ ഓട്ടോ റീസ്റ്റാർട്ട് വൈൽ AC റിക്കവറി, AC ഓവർലോഡ് പ്രൊട്ടക്ഷൻ, ഡിസ്ചാർജ്, ഓവർചാർജ് ആൻഡ് ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ജനറേറ്റർ കമ്പാറ്റബിൾ ആണ്. പക്ഷേ അത് നമ്മൾ നമ്മുടെ റൂട്ടർ UPS ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അത്ര ബാക്കപ്പ് ഒന്നും സംഭവത്തിന് കിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അത്യാവശ്യം ചെറിയ ഇപ്പോൾ കറണ്ട് പോകാത്ത ഏരിയകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതിൻ്റെ ലാപ്ടോപ്പിനും അതുപോലെ റൂട്ടറിനും ഒരുമിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം. വേറെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ പ്രൈസിങ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പവർ സേവ് 600VA UPS ഫോർ കമ്പ്യൂട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3499 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് 2200 ആ റേഞ്ചിലൊക്കെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ. മെയ്ഡ് ഇൻ ചൈന എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിക്കോട്ടെ. ആമസോണിൽ നിന്ന് ഇപ്പോൾ 2200 ആ റേഞ്ചിലേ വരുന്നുള്ളൂ ശരിക്കും പ്രൈസ് വരുന്നുള്ളൂ. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. പിന്നെയാണ് പാക്കേജിങ് വരുന്നത്. ഇതിൽ നമുക്കൊരു ആർട്ടിസിൻ്റെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മെയിനായിട്ടുള്ള നമ്മുടെ UPS കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കേണ്ട ഒരു അത്യാവശ്യം കുറച്ച് വെയിറ്റുള്ള സംഭവമാണല്ലോ. ബാറ്ററിയാണ്, നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് തൽക്കാലം ഇങ്ങനെ വെച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ സംഭവം ചിലപ്പോൾ നിലത്ത് വീഴും. ചാൻസ് കൂടുതലാണെന്ന് വെച്ചാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഒറ്റ കൈ കൊണ്ട്
ചാൻസ് കുറവാണ് എടുക്കാൻ. നമ്മൾ ഡബിളെടുക്കുന്ന പോലെ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മച്ചേൻ്റെ കൂടെ കിട്ടിയ പോലെ തന്നെ ആർട്ടിസ്റ്റിൻ്റെ കുറേ യൂസർ മാനുവലല്ല ഓരോ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ ഫ്രീ വാറണ്ടി കാർഡിൻ്റെയും ഒരു കാർഡ് തന്നിട്ടുണ്ട്. ഇതുവരെ പ്രൊഡക്റ്റ് ലിസ്റ്റുകളാണത്. ഇയർഫോൺ, ഔട്ട്ഡോർ ബ്ലൂടൂത്ത് സ്പീക്കർ, പാർട്ടി സ്പീക്കർ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവർക്ക്. അതായത് ബാക്കിലുണ്ട്. മെയിൻ സ്ട്രീം PSC ഉണ്ട്, ഗെയിമിംഗ് PSC ഉണ്ട്, ഗെയിമിംഗ് അക്സസറീസ് ഉണ്ട്, കീബോർഡ്, മൗസ് കോംബോ, കോമ്പാറ്റബിൾ ലാപ്ടോപ്പ് അഡാപ്റ്റേഴ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. മെയിൻലി ഈ PC അക്സസറീസൊക്കെയാണ് അവർ ഇറക്കുന്ന ഒരു കമ്പനിയാണിത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. തെർമോക്കോളൊക്കെ മാറ്റാം. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ചെറിയതാണ്. നമ്മളിതിന് മുമ്പ് APCയുടെയും അതുപോലെ മൈക്രോടെക്കിൻ്റെയും അൺബോക്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിലൂടെ. ഇതിൽ കാണാത്തൊരു പോയി കാണട്ടെ. നമ്മൾ അല്ലെങ്കിൽ മുകളിൽ നമ്മൾ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ആർട്ടിസ്റ്റിൻ്റെ ലോഗോ ഒക്കെ ആയിട്ട്. ഇത് സ്വിച്ച് ഒന്നല്ല, വെറുതെ ഡിസൈനാണ്. ഇത് നമുക്കൊരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ പവറപ്പ് ഉണ്ട്. പവർ ചെറുതായിട്ടുണ്ട്. ഓൺ ഓഫ് ബട്ടനാണ്. പിന്നെ നമുക്കെന്തായാലും നമുക്ക് പവർ ഉണ്ടായിരിക്കും വിചാരിക്കുന്നു. എന്തായാലും നമുക്കൊന്ന് ഇവിടെ കണക്ട് ചെയ്യാം. ഓണാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഓൾറെഡി ഇവിടെ പവർക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചാർജിങ് വന്നിട്ടുണ്ട്. നമ്മളിത് ഓണാക്കിയാൽ അതിൽ ഇൻഡിക്കേറ്റർ വരുള്ളൂ. അതുകൊണ്ട് കംപ്ലൈൻ്റ് അല്ല. നമുക്കിനി നമ്മുടെ വയർ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനെ സംഭവം കിട്ടുന്നു. അതിന് ശേഷം നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഞാനൊന്ന് കുത്തി നോക്കിയിട്ട് സംഭവം എങ്ങനെ കിട്ടുന്നുണ്ട്, പവർ ബാക്കപ്പ് എങ്ങനെ വരുന്നുണ്ട് നമുക്ക് നോക്കാം. ഞാൻ നമ്മുടെ ഇപ്പോൾ ചാർജറെ കുത്താൻ പോകുന്നുണ്ട്. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഫോണിൻ്റെ ഇതിൽ ബാക്ക് സൈഡിൽ 3 ഔട്ട്പുട്ടാണ് വരുന്നത് കേട്ടോ. പ്ലഗ് ഞാൻ കുത്തിയിട്ടുണ്ട് ഇപ്പോൾ ബാക്കിൽ. അപ്പോൾ നമ്മുടെ ഫോൺ കുത്തി പോകാം. അത് ഓണാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഓണാക്കണം. ഇതാ ചാർജിങ് വന്നിട്ടുണ്ട്. ഇതിൽ ചാർജിങ് വരണം ശരിക്കേ. അപ്പോൾ നമുക്ക് ചാർജിങ് ആവുന്നുണ്ട്. ഇതിലിപ്പോൾ ചെറിയ ചാർജ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ചാർജൊക്കെ ചെയ്തിട്ട് ഞാൻ ലാപ്ടോപ്പിലൊക്കെ സംഭവത്തിലൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിച്ചു വിട്ടാൽ. അപ്പോൾ ലാപ്ടോപ്പിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഒരു 20 മിനിറ്റ്സ് അങ്ങനെയൊക്കെ കിട്ടുന്നത്. ഇത് നമുക്ക് ഞാൻ എന്നിട്ട് നമ്മുടെ റൂട്ടറിലും വെച്ച് നോക്കി തന്നെ റൂട്ടറിലും വെച്ച് നോക്കിയപ്പോൾ വർക്കൊക്കെ ആവുന്നുണ്ട്. പക്ഷേ ബാക്കപ്പ് അത്ര പ്രതീക്ഷിക്കരുത്. മാക്സിമം ഒരു 1.5 ഹവറൊക്കെ കിട്ടുള്ളൂ. നമ്മുടെ റൂട്ടർ UPS പോലെ 5 ഹവറും 6 മണിക്കൂർ 7 മണിക്കൂറൊന്നും കിട്ടില്ല. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ട് വാങ്ങിക്കണം. എന്താ അല്ലെങ്കിൽ നിങ്ങൾ നിരക്ഷപ്പെടും. എന്താ വെച്ചാൽ ബാക്കപ്പ് കുറവായിരിക്കും സംഭവത്തിന്. അപ്പോൾ നമുക്ക് രണ്ടിനും യൂസ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിന് വാങ്ങിച്ചാൽ മതി. വെച്ചാൽ കുറച്ച് ടൈമുകൾക്ക് മാത്രം. മാക്സിമം നമുക്ക് കിട്ടുന്നത് 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ മെയിൻ PCക്കാണെങ്കിൽ 15 മിനിറ്റ്സ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കുക. പക്ഷേ 2200 രൂപയ്ക്ക് നമുക്ക് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡീൽ തന്നെയാണ്. പിന്നെ ആർട്ടിസ്റ്റിൻ്റെ ബ്രാൻഡിംഗ് ആണ്. 1 ഇയർ വാറണ്ടിയുണ്ട്. എക്സ്ട്രാ വാറണ്ടിയും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗിവ് അവേ വീഡിയോയിൽ പങ്കെടുക്കുക. നമ്മളൊരു റൂട്ടറും അതുപോലെ 3200 രൂപയുടെ പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റാണ് കൊടുക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പോയി കാണുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോസ്. അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്കിനി വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.